ഹായ്. അപ്പൊ എല്ലാവർക്കും 90s കിഡ് ഒഫീഷ്യലിന്റെ തൃക്കാർത്തിക വ്ളോഗിലേക്ക് സ്വാഗതം. നല്ല കാറ്റുണ്ടല്ലേ. വെച്ചോളൂ. അങ്ങനെ 2025 തൃക്കാർത്തിക ഇവിടെ വളരെ ഗംഭീരമായ നിലയിൽ പുരോഗമിക്കുകയാണ്. നിമിഷങ്ങൾക്കകം തന്നെ ഈ ഏരിയ മൊത്തം എന്താ പറയാ, ദീപങ്ങളാൽ മുഖരിതമാകുന്നതായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ അത്. ഇപ്പം നല്ല രസമില്ലേ? അല്ലെങ്കിൽ ഈ ദീപങ്ങൾ കാണാൻ അത്യാവശ്യം നല്ല രസമാണ്. എപ്പോഴും നൈറ്റ് ടൈമിൽ ദീപങ്ങൾ കത്തിക്കുന്നത് കാണാനായിട്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഏകദേശമൊക്കെ കത്തിച്ച് തീരാറൊക്കെ ആയി കേട്ടോ. തൃക്കാർത്തിക 2025 അടിപൊളി. ഗൈസ് നോക്ക് ഗൈസ്, ലോങ് വ്യൂ നല്ല രസമുണ്ടേ. അപ്പോൾ അതേ ഇവിടെ നമ്മൾ കത്തിക്കാതെ മേലോട്ട് പോയതേ. അപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഇപ്പുറത്ത് വേറൊരു സാധനം കിടപ്പുണ്ട്. ഇതെന്തോ അമ്മ ഈ സാധനം? എന്തുവന്ന്? കാർത്തിക വിളക്കാ? ആ ഓക്കെ. കാർത്തിക വിളക്ക്. നിനക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നു? ഹരിയോരെ ചുറ്റും ഇങ്ങനെ 4 ദിക്കിലും കൊണ്ടുപോയി എല്ലാവർക്കും എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ഇങ്ങനെ പറയൂ അല്ലേ? ഓക്കെ. അപ്പൊ അമ്മക്ക് ഇനി അത് കത്തിക്കാം. എല്ലാ ഫലവൃക്ഷങ്ങൾക്കും അരിയോരി അമ്മയ്ക്ക് അരിയോരി. അരിയോരി അമ്മയ്ക്ക് അരിയോരി. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തൃക്കാർത്തിക വിളക്ക് ഇതാണല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യും? താഴെ വയ്ക്കാം. താഴെ അതിൽ വയ്ക്കാം. ആണോ? ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ ഉള്ള ഒരു സംഭവമാണ് കാർത്തികയ്ക്ക് ഇങ്ങനെ പന്തം കത്തിക്കല്. ഇതിങ്ങനെ കത്തിച്ചിട്ട് വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് ഇങ്ങനെ കത്തിച്ച് വെക്കും അല്ലേ? കുത്തി വെക്കും. കത്തിച്ച് വെക്കാനല്ല, കുത്തി വെക്കും. ഓക്കെ. അപ്പോൾ അതവിടെ സെറ്റായി. നിന്റെ കുഞ്ഞു സാധനം കൊണ്ട് അവിടെ ഇരിക്കട്ടെ. തീപ്പൊരു തലയിൽ വീഴല്ലേ? പക്ഷെ അപ്പം ഇങ്ങനെയാണ് തൃക്കാർത്തിക വിളക്ക് നമ്മൾ കത്തിച്ചു. അങ്ങനെ നമ്മുടെ തൃക്കാർത്തിക വിളക്ക് വയ്ക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് അപ്പം അങ്ങനെ എന്തൊരു വായനെന്തുവാ? ശരി, വിളക്ക് എത്തിച്ചു. ഇനി എന്താ പരിപാടി? പുഴുക്ക് കഴിക്കുക. എന്ത് പുഴുക്കാണ്? ചേമ്പും മുട്ട. ചേമ്പും മുട്ടയും പിന്നെ വേറെ എന്താണെങ്കിലും മധുരക്കിഴങ്ങ് ഉണ്ട്, പക്ഷെ അത് പുഴുങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ഒരു സാധനം കൂടെ പറയാം. നമ്മളിത് വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ബാത്റൂം ക്ലീനർ ഉണ്ട്, തുണി കഴുകുന്ന സാധനമുണ്ട്, അതേപോലെ തന്നെ ഡിഷ് വാഷറുണ്ട്. വേണ്ടുന്നവർ DM ചെയ്താൽ മതി കേട്ടോ, അല്ല കമന്റ് ഇട്ടാൽ മതി. മുളക് ചമ്മന്തി അല്ലേ? എനിക്കോ? ഇത് പുഴുക്ക്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ കാർത്തിക ആഘോഷിച്ച് നമ്മൾ ഇവിടെ പുഴുക്ക് കഴിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ. അങ്ങനെ എന്തായാലും ഗൈസ്, അങ്ങനെ നമ്മുടെ പുഴുക്ക് ഇവിടെ തീരാറായി. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും 90s കിഡ് ഫാമിലിയുടെ തൃക്കാർത്തിക ആശംസകൾ. ആടി ഇങ്ങനെ നമ്മൾ ഞാൻ കൈ അടിച്ചതിന് ശേഷം അപ്പൊ എല്ലാവർക്കും 90s കിഡ് ഫാമിലിയുടെ തൃക്കാർത്തിക ആശംസകൾ. ഓക്കെ അല്ലേ? ഒന്ന് ട്രൈ പറഞ്ഞേ.
അപ്പോ എല്ലാവർക്കും ഒഫീഷ്യൽ ഫാമിലിയുടെ ഓക്കെ. അപ്പൊ ഒന്നുകൂടെ 3, 2, 1 സ്റ്റാർട്ട്. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച്. അപ്പൊ എല്ലാവർക്കും ഡിലേ ആയി പോകരുത്, ഒരുമിച്ച്. അങ്ങനെയൊന്നും പോണ്ട, അങ്ങനെയൊന്നും വേണമെങ്കിൽ അതൊരു ടൈമിങ്ങിന് വേണ്ടി ഞാൻ അടിക്കുന്നത്. ആ അടിച്ചു കഴിഞ്ഞ ഉടനെ എന്ത് പറയണം? അഭിനന്ദ സീനായിട്ടാ. അപ്പം അടിച്ചു കഴിഞ്ഞ ശരിയാ. അപ്പൊ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്തിനു വേണം? എല്ലാവർക്കും 90s Kid ഫാമിലിയുടെ തൃക്കാർത്തിക ആശംസകൾ. ഓക്കെ ഓക്കെ അല്ലേ? സിമ്പിൾ. ഞാൻ ഇങ്ങനെ കൊണ്ടും. അപ്പം എല്ലാവർക്കും 90s Kid ഫാമിലിയുടെ തൃക്കാർത്തിക ആശംസകൾ.